Let me continue here. Hope you understood experiment by Skinner. Skinner gives importance to operant behavior, which is more with responses than with stimulus. He calls it R-type conditioning, and he changed the usual formula SR to RS. Yes, he gives importance to operant behavior. What is operant behavior? Operant behavior is nothing but it's a response without any particular stimulus. It's also called operance or operant behavior. Okay, so here it's more with responses than with the stimulus. അതുകൊണ്ട് തന്നെ ഈ SR ഫോമുല എന്നുള്ളത് മാറി സ്കിന്നർ അത് RS ഫോമുല ആയിട്ട് മാറ്റി. S type conditioning അല്ല, this one is R type conditioning. This is the main difference between classical trial and error with this operant conditioning. According to this formula, when a desired response is emitted, a reinforcing stimulus is presented. Reinforcement should come after the response is made and not before it. If there is no reinforcement, it will result in the extinction of the operand. സോ ഈ ഫോർമുല, അതായത് RS ഫോർമുല അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഡിസൈഡ് റെസ്പോൺസ് എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലി ഇഫ് യു ഗീവ് റീഇൻഫോഴ്സിങ് സ്റ്റിമുലസ്. ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന വഴിയാണ് നമുക്കിതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് യു ഷുഡ് ഗീവ് ആഫ്റ്റർ ദ റെസ്പോൺസ് ആൻഡ് നോട്ട് ബിഫോർ. ഏതെങ്കിലും ഒരു റെസ്പോൺസ് കാണിച്ചതിന് ശേഷം മാത്രമാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൽ അറിയാം, ഫുഡ് പെല്ലറ്റാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അത് റാറ്റിന് ചെന്ന് ബോക്സിൽ കയറിയ ഉടനെ അല്ല കിട്ടുന്നത്, അതൊരു റെസ്പോൺസ്, ഒരു സ്റ്റിമുലസും ഇല്ലാതെ ഒരു റെസ്പോൺസ് കൊടുത്തു, അതായത് ലിവർ പ്രസ് ചെയ്തു. അതിന് ശേഷമാണ് ആ ഒരു ബിഹേവിയറിന് ശേഷമാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്, അതിന് മുമ്പായിട്ട് കൊടുക്കാൻ പാടില്ല. ഇഫ് ദർ ഈസ് നോ റീഇൻഫോഴ്സ്മെൻറ്റ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദി എക്സ്റ്റൻഷൻ ഓഫ് ദി ഓപ്പറൻറ്റ്. അപ്പോൾ ആ ബിഹേവിയർ അത് കാണിക്കുമ്പോൾ അതിന് ഒരു റീഇൻഫോഴ്സ്മെൻറ്റും കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ ആ ബിഹേവിയർ ഒരിക്കലും ആ ഓർഗാനിസം റിപ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ആക്ച്വലി റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമല്ല, സ്കിന്നർ ഐഡൻറ്റിഫൈഡ് 3 types of responses or operant that can follow behavior. 3 types responses ആണ് പറയുന്നത്. One is neutral operants, then reinforces and punishes. Responses. What is neutral operants? Responses from the environment that neither increase nor decrease the probability of a behavior being repeated. ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് ഇൻക്രീസ് ആകാം അല്ലെങ്കിൽ അത് ഡിക്രീസ് ആകാം എന്നുള്ള പ്രോബബിലിറ്റിയാണുള്ളത്. റീഇൻഫോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് റെസ്പോൺസസ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ബിഹേവിയർ ബീയിങ് റിപ്പീറ്റഡ്. സോ ദർ ഈസ് എ പ്രോബബിലിറ്റി, ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയാണ്. മുമ്പേ പറഞ്ഞ ന്യൂട്രൽ ഓപ്പറൻസ് ഇറ്റ്സ് നെയ്തർ ഇൻക്രീസ് നോർ ഡിക്രീസ്, ബട്ട് റീഇൻഫോഴ്സസ് ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഇൻക്രീസിങ് ദ ബിഹേവിയർ. That reinforces can be either positive or negative. Reinforces positive ആകാം, നെഗറ്റീവ് ആകാം. Then punishes, മൂന്നാമത്തെ റെസ്പോൺസ് നമ്മുടെ പണിഷേഴ്സ് ആണ്. Responses from the environment that decrease the likelihood of a behavior being repeated. Punishment weakens behavior. ഇവിടെ മുമ്പേ നമ്മൾ ന്യൂട്രൽ ഓപ്പറൻസ് പറഞ്ഞു, അത് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. റീഇൻഫോഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ് കൂടുതൽ. പക്ഷേ ഇവിടെ പണിഷസ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഡിക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് എ ബിഹേവിയർ. ഓക്കെ, ഓൾസോ ഇറ്റ് വീക്കൻസ് ദ ബിഹേവിയർ. നമ്മൾ ഒന്നെങ്കിൽ നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത ബിഹേവിയർ, നമ്മൾ കാണിച്ച ബിഹേവിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ പണിഷ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആ ബിഹേവിയറിനെ വീക്കൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. വിൽ സി അഗൈൻ അബൌട്ട് ദിസ് പണിഷ്മെൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. കോമ്പണൻസ് ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, പണിഷേഴ്സ് ഉണ്ട്. വിൽ സി വൺ ബൈ വൺ. Reinforcement is any event that strengthens or increases the behavior it follows. തീർച്ചയായിട്ടും ഒരു ബിഹേവിയറിന് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യാനും അതിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് പറ്റും. There are 2 types of reinforcers, positive reinforcers or negative reinforcers. Positive reinforcers are favorable events or outcomes that are presented after the behavior. ഒരു കാര്യം ചെയ്തതിന് ശേഷം അതിന്
നല്ല ഒരു ഫേവറബിളായിട്ടുള്ള ഒരു ഔട്ട്കം, അതൊരു റിവാർഡ് ആകട്ടെ, ഒരു പ്രൈസ് ആകട്ടെ, ഒരു ഗിഫ്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആകട്ടെ, ഒരു ബിഹേവിയറിന് ശേഷം നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ആണ് പോസിറ്റീവ് റീഇൻഫോഴ്സസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ആ ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ റിമൂവൽ ഓഫ് ആൻ അൺഫേവറബിൾ ഈവൻറ്റ്സ് ഓർ ഔട്ട്കംസ് ആഫ്റ്റർ ദ ഡിസ്പ്ലേ ഓഫ് എ ബിഹേവിയർ. ഐ എം വെരി സോറി ടു സേ ദിസ്. നെഗറ്റീവ് റീഇൻഫോഴ്സസ് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ദിസ് ഇസ് നോട്ട് ആഫ്റ്റർ ദ ഡിസ്പ്ലേ ഓഫ് എ ബിഹേവിയർ, ഇറ്റ്സ് ബിഫോർ ദ ഡിസ്പ്ലേ ഓഫ് എ ബിഹേവിയർ. പ്ലീസ് ചേഞ്ച് ദിസ്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സസിൽ. പോസിറ്റീവ് റീഇൻഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുട്ടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ജസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിനൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഹേവിയറിന് വെരി ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ആ കുഞ്ഞിന് പിന്നെയും ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയാനുള്ള ഒരു ടെൻഡൻസി കൂടും. ദാറ്റ് ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അത് ബിഹേവിയർ കാണിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ്. സോ വി ആർ പ്രസൻറ്റിംഗ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ജസ്റ്റ് ആഫ്റ്റർ ദ ബിഹേവിയർ. ബട്ട് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ബിഹേവിയർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയർ എത്താൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അൺഫേവറബിളായിട്ടിരിക്കുന്ന ഒരു ഇവൻറ്റ്സോ ഒരു സിറ്റുവേഷനോ നമ്മൾ അതിൽ നിന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാറ്റർഡേ ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആണ്, നമുക്ക് അത്യാവശ്യം തീർക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സാറ്റർഡേ പിള്ളേരെ സ്കൂളിലേക്ക് വിളിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അത് വരാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കാണത്തില്ല. അപ്പോൾ അവരെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇമ്പോസിഷൻ, നമ്മൾ ഫ്രൈഡേ പറയുന്നു, കുറേ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നു. ആ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരാൻ മൺഡേ പറയുമ്പോൾ നമ്മൾ പറയുന്നു, നാളെ സാറ്റർഡേ ക്ലാസ്സിൽ വരുന്നവരൊക്കെ ഈ ഇമ്പോസിഷൻ എഴുതണ്ട എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ആ ഇമ്പോസിഷൻ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സാറ്റർഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതാണ് ഈ നെഗറ്റീവ് റീഇൻഫോഴ്സർ. അത് ആഫ്റ്റർ ദ ഡിസ്പ്ലേ അല്ല, ബിഫോർ ദ ഡിസ്പ്ലേ. പ്ലീസ് ചേഞ്ച് ദാറ്റ്. ദെൻ പണിഷ്മെൻറ്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് രണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ബട്ട് പണിഷ്മെൻറ്റ് ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ആൻ അഡ്വേഴ്സ് ഈവൻറ്റ് ഓർ ഔട്ട്കം ദറ്റ് കോസസ് എ ഡിക്രീസ് ഇൻ ദ ബിഹേവിയർ ഇറ്റ് ഫോളോസ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ബിഹേവിയറിനെ ഡിക്രീസ്, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ദർ ആർ 2 types of punishment: positive punishment and negative punishment. Positive punishment means it presents an unfavorable event or outcome in order to weaken the response it follows. അപ്പോൾ ഒരു ബിഹേവിയർ കാണിക്കുന്നു, അത് തെറ്റായ ബിഹേവിയറാണ്, അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൺഫേവറബിളായിട്ടുള്ള ഒരു ഈവൻറ്റോ ഒരു ഔട്ട്കമോ, തെറ്റ് ചെയ്യുമ്പോൾ പിള്ളേരെ അടിക്കുക, വഴക്ക് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ റെസ്പോൺസിന് ശേഷം അൺഫേവറബിളായിട്ടുള്ള കാര്യം പിള്ളേർക്ക് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് പോസിറ്റീവ് പണിഷ്മെൻറ്റ്. ഇറ്റ് വീക്കൻ ദ റെസ്പോൺസ്. അത് പേടിച്ചിട്ട് അതവർ ചെയ്യത്തില്ല. നെഗറ്റീവ് പണിഷ്മെൻറ്റ് occurs when a favorable event or outcome is removed after a behavior. ഇത് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. ഇപ്പം നമ്മൾ പറയുന്നു, ഈ ഇത്രയും നേരം ഇരുന്ന് പഠിക്കുവാണെങ്കിൽ വീട്ടിൽ എനിക്ക് ഞാൻ ഐസ്ക്രീം തരാം. അത് ചെയ്തില്ലെങ്കിൽ ആ ഇഷ്ടമായ ഐസ്ക്രീം കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. സോ ദീസ് ആർ ദ 2 types of punishment. See, reinforcement, positive reinforcement, negative reinforcement. So if you are adding something valuable or desirable, that is positive reinforcement. Avoiding something unpleasant, that is negative reinforcement. Similarly, adding something unpleasant എന്നാണ് പണിഷ്മെൻറ്റും. റിമൂവിങ് സംതിങ് വാല്യൂഡ് or desired, that is negative punishment. സോ യു ഹാവ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് പോകുന്നതിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റുമാണ്. റീഇൻഫോഴ്സ്മെൻറ്റ്, ഇറ്റ് ഇൻക്രീസ് ദ ബിഹേവിയർ. ഓൾവേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻക്രീസ് ദ ബിഹേവിയർ and punishment decrease the behavior. Reinforcement, you have 2 types: positive reinforcement and negative reinforcement. Positive reinforcement, always it increase the behavior. The negative reinforcement, again you have 2 things: either to escape from that or to avoid the organism decrease the behavior. Again, when you go to punishment, it always decrease the behavior. There also you have 2 types: one is positive punishment and
negative punishment. If there is no reinforcement at all, extinction. ആ ഒരു കാണിക്കുന്ന ബിഹേവിയർ ഒരിക്കലും പിന്നെ ഉണ്ടാവത്തില്ല. That is extinction. Now we'll see educational implications. What are the educational implications of operant conditioning? The principles may be successfully implemented in the classroom for the modification of undesirable behavior of maladjusted children. Yes, ആദ്യമേ ഇത് ബിഹേവിയർ കാണിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു പോസിറ്റീവായിട്ട് നമ്മളൊരു കാര്യം കൊടുത്താൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. അത് നമ്മൾ ആ അൺഡിസൈറബിൾ ബിഹേവിയർ മാറ്റണമെങ്കിൽ അതിനനുസരിച്ചുള്ള നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റോ പണിഷ്മെൻറ്റോ കൊടുത്ത് നമുക്കിത് മാറ്റാൻ പറ്റും. സോ ഇറ്റ്സ് for the modification of undesirable behavior of maladjusted children. The development of human personality can be successfully manipulated. You can change the human personality through operant conditioning and for developing motivation in students for classworks by using reinforcers. Either you can use positive reinforcer or negative reinforcer. Both are motivational. Then reinforcers should be periodically used so that the possibility of extinction is reduced. മുമ്പേ പറഞ്ഞ പോലെ എക്സ്റ്റിങ്ഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഏതാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെ വരുന്ന സമയത്ത് ദർ വിൽ ബി ദ പോസിബിലിറ്റി ഓഫ് എക്സ്റ്റിങ്ഷൻ. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. The teaching process as well as the learning environment must be so designed so as to create minimum function and maximum satisfaction to the leader to provide him proper reinforcement for the desired learning. Learning activities have to be divided into large number of small tasks and has to be reinforced one by one. റീഇൻഫോഴ്സ്മെൻറ്റിന് പ്രാധാന്യമുണ്ട്. ഒരു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് ചെറിയ ചെറിയ ടാസ്ക്കായിട്ട് കൊടുത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സ്റ്റിങ്ഷൻ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. നമുക്കതിനെ റിപ്പീറ്റഡായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ഇടയ്ക്ക് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. സോ വലിയ ടാസ്കുകളല്ലാതെ ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുക്കുക. The theory of operant conditioning contributed a lot of developing teaching mission and programs. യെസ്, നമ്മുടെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അതൊക്കെ നമ്മൾ തേർഡ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ് മിഷൻസ്, അങ്ങനെ കുറേ കാര്യം അതൊക്കെ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനാണ്. അവിടെ നമ്മൾ ക്ലാസ് കൊടുക്കും പിള്ളേർക്ക്. ഒരു സെഷൻ കഴിയുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിൽ അല്ലേ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യുവാണെങ്കിൽ ദേ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ. അതർവൈസ് ദേ ഹാവ് ടു ഗോ ബാക്ക് ടു ദ പ്രീവിയസ് വൺ. ദേ ഹാവ് ടു ലേൺ അഗൈൻ. ദേ ഹാവ് ടു ആൻസർ. ആ ഒരു മോട്ടിവേഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നത് പോലെയാണ് ആ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നത്. ഇറ്റ്സ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ദി സ്കിന്നർ operant conditioning. ഓക്കെ, ഹോപ്പ് ഇറ്റ് ക്ലിയർ. കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോയെന്ന് തോന്നുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ്. സി, ഡോഗ് അവിടെ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കാണിക്കുന്നത് ഇൻവോളണ്ടറി റെസ്പോൺസാണ്. അത് ബെൽ റിങ്ങിങ്ങിലാണ് സെലിവേഷൻ ഉണ്ടാകുന്നത്. ബട്ട് ഇറ്റ് ആക്ച്വലി നീഡ്സ് ഫുഡ്. അതൊരു ഇൻവോളണ്ടറി റെസ്പോൺസാണ്. പക്ഷേ ഇവിടെ റാറ്റ് വോളണ്ടറി ബിഹേവിയറാണ് ചെയ്യുന്നത്. ദറ്റ് ഓൾസോ ഫോർ ഫുഡ്. ഓക്കെ, then classical conditioning, operant conditioning difference. First, Pavlov, it's a Russian physiologist. It's what operant conditioning described by B.F. Skinner, American psychologist. Here, classical, it focuses on involuntary behavior. Here, it is a voluntary. That classical involves placing a neutral signal before a reflex, but in operant conditioning, it focuses on strengthening or weakening the behavior. Both are proceeds to learning. In classical conditioning, actually, that pairs two stimuli, but here in operant conditioning, it pairs behavior and response. I'll just show you all the difference between the three theories of Thorndike, Skinner, and Pavlov. So, Pavlov, I'll come from Thorndike, Pavlov, and Skinner. Thorndike, association between stimulus and response. In Pavlov, it's association between two stimuli. And in Skinner, no relationship to be strengthened. It is not a stimulus and response, it is RS formula. Then Thorndike, it's a trial and time of learning. It based on Pavlov, it based on reflexes. Here it intervals of reinforcements. Response നോക്കുവാണെങ്കിൽ that is Thorndike, it's adaptive to pressure in the environment. Pavlov ആണെങ്കിൽ it is elicited, follows stimulus. എലിസിറ്റഡ് ആണ് പാവ്ലോ. സ്കിന്നറിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് എമിറ്റഡ് റെസ്പോൺസ് ആണ്. റീഇൻഫോഴ്സ്മെൻറ്റ് എല്ലാത്തിലും റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്. തോണ്ടൈക്കിൽ ലേണിംഗ് റിക്വസ്റ്റ് പ്രാക്ടീസ് ആൻഡ് റിവാർഡ്സ്. ദെൻ പാവ്ലോ നോക്കുവാണെങ്കിൽ ഇറ്റ് നോട്ട് ഫോക്കസ്ഡ് ഓൺ മെയിൻലി ഓൺ റിവാർഡ്സ്.
then Skinner, it shapes the behavior. So this is a comparison between theories of Thorndike, Skinner and Pavlov. Thank you, students, and all the very best for your exams. Thank you.